3 വർഷമായി കാണാതിരുന്ന ക്രഷ് തോന്നിയ പയ്യനാണ് സ്കൂളിലെ ട്രാൻസ്ഫർ വിദ്യാർത്ഥി എന്ന് കണ്ട് അവൾ വല്ലാതെ അത്ഭുതപ്പെടുന്നു. എന്നിരുന്നാലും പെൺകുട്ടിക്ക് ഒട്ടും തന്നെ സന്തോഷമില്ലായിരുന്നു. അവൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് മുഖം മറച്ചു വെക്കുന്നു. പെൺകുട്ടിയുടെ അടുത്ത സീറ്റിൽ ഇരുന്നോട്ടെ എന്ന് യുവാവ് അവളോട് ചോദിക്കുന്നു. എന്നാൽ അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ യുവാവ് അവളുടെ അടുത്ത് ഇരിക്കാൻ തുടങ്ങുന്നു. ഈ സമയം അവളുടെ ഒരു ആൺസുഹൃത്ത് ആ സീറ്റിലേക്ക് വന്നിരിക്കുന്നു. അത് കണ്ട പെൺകുട്ടിക്കാവട്ടെ വല്ലാതെ സന്തോഷം തോന്നുന്നു. ഈ കാരണത്താൽ യുവാവിന് പിൻസീറ്റിൽ ഇരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ക്ലാസ് അവസാനിച്ചതിനു ശേഷം ബ്ലാക്ക് ബോർഡ് വൃത്തിയാക്കിയിരുന്ന പെൺകുട്ടിയെടുത്ത് തന്നെ എന്തിനാണ് ഒഴിവാക്കുന്നതെന്ന് യുവാവ് ചോദിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ആരെയും ഒഴിവാക്കുന്നില്ല എന്ന്. തൽക്ഷണം പെൺകുട്ടി അവളുടെ അടുത്ത സുഹൃത്തുമായി ക്ലാസ് മുറിയിലെ വെളിയിലേക്ക് ഓടുന്നു. അവളുടെ പെട്ടെന്നുള്ള ഓട്ടം കണ്ട് യുവാവിന് ചിരി വന്നുപോയി. പക്ഷേ അവൾ എന്തിനാണ് തന്നിൽ നിന്ന് അകലം പാലിക്കുന്നതെന്ന് യുവാവിന് മനസ്സിലാവുന്നില്ല. 3 വർഷങ്ങൾക്ക് മുൻപ് പെൺകുട്ടിക്ക് അവനോട് തോന്നിയ പ്രണയം പറയാനായി ഒരു CD-യിൽ അവളുടെ ഇഷ്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ഒരു ഫ്രണ്ട് മുഖാന്തരം അവന് കൈമാറുന്നു. എന്നാൽ അതിന് മറുപടിയൊന്നും വന്നില്ല. അത് പെൺകുട്ടിയെ വല്ലാതെ നിരാശയിലാക്കുകയും യുവാവ് അവളുടെ ഇഷ്ടത്തെ നിരസിച്ചു എന്നും വിചാരിക്കുന്നു. അതിനുശേഷം അവനെ നേരിടാൻ അവൾക്ക് ഭയമായി. അടുത്ത ദിവസം യുവാവ് പെൺകുട്ടിയെ പിന്തുടർന്ന് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. യുവാവ് തന്റെ കൈകൾ കൊണ്ട് പെൺകുട്ടിയുടെ നിഴലിനെ തൊടുന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ അവരുടെ നിഴലുകൾ ഒരുമിച്ച് കൈകൾ കോർത്തു പോകുന്നത് പോലെ കാണപ്പെടുന്നു. കുട്ടി തിരിഞ്ഞു നോക്കിയ സമയത്ത് യുവാവ് അവളോട് ചോദിക്കുന്നു, അടുത്ത ദിവസം അവളോടൊപ്പം ലൈബ്രറിയിലേക്ക് പഠിക്കാൻ വരാമോ എന്ന്. അവൾ ഇനി അവന്റെ അടുത്ത് നിന്ന് ഓടിപ്പോവാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അവനോട് അവൾ സമ്മതം പറയുന്നു. അടുത്ത ദിവസം യുവാവിനൊപ്പം ലൈബ്രറി ഡേറ്റിന് പോവാനായി ഉറ്റ സുഹൃത്തിനോട് നല്ല വസ്ത്രങ്ങൾ അവൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ പറയുന്നു. പുറത്ത് പോകുന്നതിന് മുമ്പായി അവളുടെ സുഹൃത്ത് ആവട്ടെ അവളുടെ മേലേക്ക് കുറച്ച് പെർഫ്യൂം തളിക്കുന്നു. ലൈബ്രറിയിൽ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ പെൺകുട്ടി ഒറ്റയ്ക്കിരുന്ന് ഉറങ്ങിപ്പോകുന്നു. ഈ സമയം കൊണ്ട് അങ്ങോട്ടെത്തുന്ന യുവാവിന് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ ലഭിക്കുന്നു. യുവാവ് ധൃതിയിൽ ലൈബ്രറിയിൽ നിന്ന് പോകുന്നു. അവൻ വന്നതൊന്നും അറിയാതെ പെൺകുട്ടി ഒരുപാട് നേരം അവനെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. കാണാത്തത് കൊണ്ട് തന്നെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഈ സമയം അവിടെ ഒരു ശവസംസ്കാരം നടക്കുന്നതായി പെൺകുട്ടി കണ്ടു. പെൺകുട്ടി അടുത്ത കൂട്ടുകാരിയോട് വിശദ വിവരങ്ങൾ തിരക്കുന്നു. അവന്റെ അച്ഛനമ്മമാർ ഒരു വാഹനാപകടത്തിൽ മരിച്ചു എന്നറിയുന്നു. അന്നു മുതൽ യുവാവ് 2 ആഴ്ച സ്കൂളിലേക്ക് വന്നിരുന്നില്ല. പെൺകുട്ടി അവനെ കുറിച്ച് ഓർത്ത് വല്ലാതെ വിഷമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ എല്ലാ ദിവസവും അവനുള്ള ഭക്ഷണവുമായി അവൾ കാത്തു നിന്നിരുന്നു. ഒരു ദിവസം യുവാവ് സ്കൂളിലേക്ക് എത്തി. പെൺകുട്ടി ഉടൻ തന്നെ അവന്റെ സൈക്കിൾ തടയുന്നു. അവൾ ഉടൻ തന്നെ പ്രഭാത ഭക്ഷണം ആൺകുട്ടിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നാൽ അയാൾ അത് നിരസിച്ചു. അവൻ തന്നെ ഒഴിവാക്കുന്നത് പെൺകുട്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ അവൻ സ്കൂളിൽ നിന്ന് പോകുന്നു. ഈ സമയം അവൻ മറന്നുവെച്ച ഒരു നോട്ട്ബുക്ക് പെൺകുട്ടി എടുത്തു നോക്കുന്നു. അതിൽ അവൻ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് പെൺകുട്ടി വല്ലാതെ ഷോക്കാവുന്നു. അവന് ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടമായിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഉടനെ തന്നെ അവനെ അന്വേഷിച്ചു പോകുന്നു.